നിങ്ങൾ മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കാറുണ്ടോ? ഒരേ ലൈൻ തന്നെ 5-6 വട്ടം വായിച്ചിട്ടും 2 മണിക്കൂർ കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ബ്രെയിൻ എല്ലാം ഡിലീറ്റ് ചെയ്ത പോലെ തോന്നാറുണ്ടോ? എനിക്കത്ര ബുദ്ധിയില്ല, അല്ലെങ്കിൽ എന്റെ മെമ്മറി പവർ കുറവാണ് എന്ന് കരുതി നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താറുണ്ടോ? എന്നാൽ കേട്ടോളൂ, ഇവിടെയാണ് നമുക്ക് തെറ്റുന്നത്. മെമ്മറി എന്നത് നിങ്ങളുടെ ഇന്റലിജൻസുമായി ഒരു ബന്ധവുമില്ലാത്ത ഒന്നാണ്. നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ കാര്യങ്ങൾ മറന്നുപോകാനാണ്. സർവൈവൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഓർത്തുവെച്ചാൽ ബ്രെയിൻ ക്രഷായി പോകും. അതുകൊണ്ട് ബ്രെയിൻ എപ്പോഴും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇത് കളയാതെ സൂക്ഷിക്കാൻ മാത്രം ഇമ്പോർട്ടന്റ് ആണോ? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യപ്പെടും. പലവട്ടം നോട്ട്സ് വായിക്കുന്നതോ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതോ മണിക്കൂറുകളോളം ലെക്ചേഴ്സ് കാണുന്നതോ ഒന്നും പഠിക്കാൻ സഹായിക്കാത്തത് അതുകൊണ്ടാണ്. കാരണം ഇത്തരം പാസീവ് ഇൻപുട്ട് വഴി ബ്രെയിനിനെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ ന്യൂറോ സയൻസ് കണ്ടെത്തിയ ഒരു സീക്രട്ട് ഉണ്ട്. നമ്മുടെ ബ്രെയിനിനെ കൃത്യമായ രീതിയിൽ കുറച്ച് കഷ്ടപ്പെടുത്തുമ്പോൾ അത് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർത്തെടുക്കും. നോട്ട് ഹാർഡർ, ബട്ട് കറക്റ്റ്ലി. ഈ മെമ്മറി മെക്കാനിക്സ് മനസ്സിലാക്കിയാൽ പിന്നെ പഠനം വളരെ ഈസിയാകും. എക്സാം പ്രഷറിലും കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാൻ ടോപ്പേഴ്സ് ഉപയോഗിക്കുന്ന സയന്റിഫിക് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സ്റ്റോപ്പ് ട്രൈയിങ് ടു സ്റ്റോർ ഇൻഫർമേഷൻ. ആക്റ്റീവ് റീകോൾ. ഭൂരിഭാഗം ആളുകളും പഠിക്കുന്നത് ഒരു മെമ്മറി കാർഡിലോ ഹാർഡ് ഡിസ്കിലോ ഡാറ്റ സേവ് ചെയ്യുന്നത് പോലെയാണ്. വായിക്കുക, കാണാതെ പഠിക്കുക, വീണ്ടും വായിക്കുക. എന്നാൽ ബ്രെയിൻ ഒരു സ്റ്റോറേജ് ഡിവൈസ് അല്ല. ബ്രെയിൻ കാര്യങ്ങൾ ഓർക്കുന്നത് റീക്രിയേഷൻ വഴിയാണ്. അതായത് ഇൻഫർമേഷൻ തലച്ചോറിലേക്ക് കൊടുക്കുമ്പോഴല്ല, മറിച്ച് അതിൽ നിന്നും പുറത്തേക്ക് എടുക്കുമ്പോഴാണ് മെമ്മറി ശക്തമാകുന്നത്. ഇതിനെയാണ് ആക്റ്റീവ് റീകോൾ എന്ന് വിളിക്കുന്നത്. പഴയ രീതി ഒരു പേജ് വായിക്കുന്നു, എല്ലാം മനസ്സിലായി എന്ന് തോന്നുമ്പോൾ അടുത്ത പേജിലേക്ക് പോകുന്നു. സ്മാർട്ട് രീതി ഒരു പേജ് വായിച്ച ശേഷം ബുക്ക് അടച്ചുവെക്കുക, എന്നിട്ട് ഇപ്പോൾ വായിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബ്രെയിനിനെ നിർബന്ധിക്കുക. ആ ഒരു ചെറിയ സ്ട്രഗിൾ ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ മെമ്മറി പാത്വേസ് ശക്തമാക്കുന്നത്. ഓർത്തെടുക്കാൻ എത്രത്തോളം പാടുപെടുന്നുവോ അത്രത്തോളം ആ അറിവ് മനസ്സിൽ ഉറച്ചു നിൽക്കും. ഇനി മുതൽ 4 വട്ടം വായിക്കുന്നതിന് പകരം ഞാൻ ഇതിൽ നിന്ന് എന്തൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് സ്വയം ചോദിക്കുക. 20% മാത്രമാണോ ഓർമ്മ വരുന്നതെങ്കിൽ പോലും വിഷമിക്കേണ്ട. കാരണം ബ്രെയിൻ ആ ഇൻഫർമേഷൻ കൂടുതൽ ശക്തമായി റീകോഡ് ചെയ്യുകയാണെന്നതിന്റെ ലക്ഷണമാണത്. നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ലൈഫിനെ അടുത്ത ലെവലിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു ബിഗ് അനൗൺസ്മെന്റ്. നമ്മുടെ ചാനലിൽ ഓരോരുത്തരുടെയും പേഴ്സണൽ ഗ്രോത്തിന് സഹായിക്കുന്ന 2 പ്രീമിയം ഓൺലൈൻ വീഡിയോ കോഴ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് ദ മാസ്റ്റർ ക്ലാസ്. യഥാർത്ഥ വില 3999. സ്ത്രീകളുടെ ബിഹേവിയറും സൈക്കോളജിയും കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന കോഴ്സ്. അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ്. യഥാർത്ഥ വില 3999. ജിമ്മിൽ പോകാതെ സ്വന്തം ബോഡി വെയ്റ്റ് ഉപയോഗിച്ച് മികച്ചൊരു ഫിസിക് സ്വന്തമാക്കാനുള്ള കംപ്ലീറ്റ് ഗൈഡ്. യഥാർത്ഥത്തിൽ ഇതിന് രണ്ടിനും കൂടി 8000 രൂപയോളം വില വരുമെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കായി ഇതൊരു സ്പെഷ്യൽ ഓഫറിലാണ് നൽകുന്നത്. വെറും 179 രൂപയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുന്നവർക്ക് ഈ 2 കോഴ്സുകളും തികച്ചും സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നമ്മുടെ പ്രീമിയം കോഴ്സ് പ്ലേലിസ്റ്റുകളായ ലുക്ക് മാക്സിംഗ്, ഡാർക്ക് സൈക്കോളജി, കൂടാതെ മലയാളത്തിലുള്ള ഹൈലി വാല്യൂഡ് ബുക്ക് സമ്മറീസ് എന്നിവയിലേക്കും നിങ്ങൾക്ക് ഫുൾ ആക്സസ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വലിയ അവസരം മിസ് ചെയ്യരുത്. താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പ് എടുക്കുക. 2. കണക്ട്, ഡോണ്ട് ജസ്റ്റ് കളക്ട്. ദ പവർ ഓഫ് മീനിംഗ്. വർഷങ്ങൾക്ക് മുൻപ് കേട്ട പാട്ടിന്റെ വരികൾ ഇന്നും നമ്മൾ മറക്കാറില്ല. പക്ഷേ ഇന്നലെ പഠിച്ച ഇക്വേഷൻ ഇന്ന് ഓർമ്മയുണ്ടാകില്ല. എന്തുകൊണ്ട്? കാരണം ഒറ്റപ്പെട്ടു നിൽക്കുന്ന വിവരങ്ങളെക്കാൾ പാറ്റേണുകളും കണക്ഷനുകളുമുള്ള കാര്യങ്ങളാണ് ബ്രെയിനിന് കൂടുതൽ ഇഷ്ടം. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ വെറും റോ ഡാറ്റ ആയി കാണാതെ നിലവിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി കണക്ട് ചെയ്യുക. ഉദാഹരണത്തിന്, ബയോളജിയിൽ ATP ഇസ് ദ എനർജി കറൻസി ഓഫ് ദ സെൽ എന്ന് വെറുതെ കാണാതെ പഠിക്കുന്നതിന് പകരം നമ്മുടെ ഫോണിന്റെ ബാറ്ററി പാക്ക് പോലെ കോശങ്ങളുടെ ചാർജിംഗ് ഡിവൈസാണ് ATP എന്നാലോചിക്കുക. നിങ്ങൾ എത്രത്തോളം മെന്റൽ ഹുക്കുകൾ ഉണ്ടാക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കഥകൾ, അനലോഗീസ്, വിഷ്വൽസ് ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഞാനിത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യും എന്നതിനു പകരം ഞാനിത് എന്തിനോട് കണക്ട് ചെയ്യും എന്ന് ചിന്തിച്ചു തുടങ്ങുക. ദ 3 ഡിഫറന്റ് റീഡിംഗ് റൂൾ. ചോക്ക് സ്റ്റൈൽ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരേ രീതിയിൽ 3 തവണ വായിക്കരുത്. ബ്രെയിനിനെ സൈക്കോളജിക്കലി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന 3 സ്റ്റെപ്പ് റീഡിംഗ് മെത്തേഡ് ഉപയോഗിക്കുക. ഫസ്റ്റ് റീഡിംഗ്, സ്കിം റീഡിംഗ്. ഒരു ലൈൻ പോലും വിടാതെ എല്ലാം വായിക്കുകയെന്നതിലടിക്കുന്നത് പ്രൈമറി ഗോൾ ഒന്നും തന്നെ മനസ്സിലാക്കലില്ല, മറിച്ച് കീവേഡുകളും ടോപ്പിക്കിന്റെ ഓവർവ്യൂവും മാത്രം കിട്ടലാവണം. അറിയാമല്ലോ, ഇത് ആദ്യത്തെ റീഡിംഗ് മാത്രമാണ്. സെക്കൻഡ് റീഡിംഗ്, ഫോക്കസ് റീഡിംഗ്.
ഇപ്പോൾ വായിച്ച കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അതിനാൽ ഇപ്പോൾ ഓരോ സെന്റൻസിനും സ്ട്രെസ് ചെയ്ത് വായിക്കുക. പ്രധാനപ്പെട്ട പോയിന്റ്സ് മാർക്ക് ചെയ്യുക. മൂന്നാമത്തെ റീഡിംഗ്, ആക്റ്റീവ് റീഡിംഗ്. ഇപ്പോൾ വായിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക. ബുക്ക് അടച്ചുവെച്ച് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബ്രെയിനിനെ നിർബന്ധിക്കുക. നമ്മുടെ ബ്രെയിനിന് ഏറ്റവും മോശം വഴിമരുന്നാണ് ബോർഡം. വളരെ വേഗത്തിൽ മെമ്മറിയെ ഡിസ്ട്രോയ് ചെയ്യാൻ ഇത് കഴിയും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ അല്പം ഇന്റൻസിറ്റി കൊണ്ടുവരിക. നിങ്ങളൊരു സ്റ്റേജിൽ നിന്നും മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണെന്ന് സങ്കല്പിച്ചുറക്കെ സംസാരിച്ചു പഠിക്കുക. പഠിക്കുന്ന ടോപ്പിക്കിനോട് കൗതുകം കാണിക്കുക. ഒരു ടൈമർ വെച്ച് ചലഞ്ച് പോലെ പഠിക്കാൻ ശ്രമിക്കുക. എത്തിക്കൽ ഡിസ്ക്ലെയിമർ: നിങ്ങളുടെ മെന്റൽ എനർജി അനാവശ്യമായി സ്ട്രെസ് ചെയ്യാനല്ല ഇത് പറയുന്നത്. പഠനത്തെ ഒരു ഭാരമായി കാണാതെ ബ്രെയിനിനെ എക്സൈറ്റഡ് ആക്കാനുള്ള ഒരു പോസിറ്റീവ് ടൂളായി മാത്രം ഇതിനെ ഉപയോഗിക്കുക. വിരസത മെമ്മറിയെ നശിപ്പിക്കുമ്പോൾ താൽപര്യം മെമ്മറിയെ ഇരട്ടിയാക്കുന്നു. ദ ബ്ലേർട്ടിംഗ് മെത്തേഡ്. ടോപ്പേഴ്സ് രഹസ്യമായി ഉപയോഗിക്കുന്ന, കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന എന്നാൽ മാജിക്കലായ ഒരു മെത്തേഡാണ് ബ്ലേർട്ടിംഗ് മെത്തേഡ്. സ്റ്റെപ്പ് 1: ഒരു ടോപ്പിക് എടുത്ത് 20-30 മിനിറ്റ് സാധാരണ പോലെ ശ്രദ്ധിച്ചു പഠിക്കുക. സ്റ്റെപ്പ് 2: അതിനുശേഷം പുസ്തകങ്ങളും നോട്ടുകളും പൂർണ്ണമായി അടച്ചുവെക്കുക. സ്റ്റെപ്പ് 3: ഒരു ബ്ലാങ്ക് പേപ്പർ എടുത്ത് ഇപ്പോൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഓർമ്മ വരുന്നതെല്ലാം എഴുതുക. അത് വൃത്തിയായിരിക്കണമെന്നില്ല, പോയിന്റുകൾ തെറ്റിയാലും കുഴപ്പമില്ല, ജസ്റ്റ് എഴുതുക. സ്റ്റെപ്പ് 4: ഇനി വീണ്ടും ബുക്ക് തുറന്ന് നിങ്ങൾ എഴുതിയതും നോട്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. എവിടെയൊക്കെയാണ് തെറ്റിയത് അല്ലെങ്കിൽ വിട്ടുപോയത് എന്നും മാർക്ക് ചെയ്യുക. 6. പ്രൊട്ടക്ട് യോർ അറ്റൻഷൻ. നമ്മുടെ ബ്രെയിൻ പഠിക്കുന്ന സമയത്തെ ചുറ്റുപാടുകളെയും ഒപ്പം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടോ ഡിസ്ട്രാക്ഷൻസോടെയോ ആണ് പഠിക്കുന്നതെങ്കിൽ ബ്രെയിൻ പഠിക്കുന്നത് എങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആകാമെന്നാണ്. ഓരോ 3 മിനിറ്റിലും ഫോൺ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ബ്രെയിനിന്റെ ഡീപ്പ് എൻകോഡിംഗ് മോഡ് കട്ടാവുകയും മെമ്മറി വളരെ ഷാലോ ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് പഠിക്കാനിരിക്കുമ്പോൾ ആദ്യത്തെ 25 മിനിറ്റ് ലോകത്ത് നിന്ന് പൂർണ്ണമായി ഐസൊലേറ്റ് ആവുക. നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. ഇന്റലിജൻസ് ഉണ്ടായിട്ടും പലർക്കും വിചാരിച്ച റിസൾട്ട് കിട്ടാത്തത് ഇതുകൊണ്ടാണ്. പ്രശ്നം ബുദ്ധിയുടേതല്ല, ചിതറിപ്പോകുന്ന അറ്റൻഷന്റേതാണ്. 7. സ്ലീപ്പ് ഈസ് ലിറ്ററലി പാർട്ട് ഓഫ് മെമ്മറൈസേഷൻ. പല സ്റ്റുഡൻസും വിചാരിക്കുന്നത് ഉറങ്ങുന്നത് സമയം കളയലാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിക്കുമ്പോഴല്ല മെമ്മറി പൂർണ്ണമാകുന്നത്, മറിച്ച് നിങ്ങൾ ഉറങ്ങുമ്പോഴാണ്. പ്രത്യേകിച്ച് ഡീപ്പ് സ്ലീപ്പിൽ ബ്രെയിൻ പകൽ പഠിച്ച കാര്യങ്ങളെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൊണ്ട് എക്സാമിന്റെ തലേന്ന് രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പഠിക്കുന്നത് പലപ്പോഴും റിസൾട്ട് മോശമാക്കുകയുള്ളൂ. നന്നായി പഠിച്ച ശേഷം കൃത്യമായി ഉറങ്ങുക എന്നത് മെമ്മറി സയൻസിന്റെ ഭാഗമാണ്. കഠിനമായ ഭാഗങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള മണിക്കൂറുകളിൽ പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി ജോലി നിങ്ങളുടെ ബ്രെയിൻ ഉറക്കത്തിൽ ചെയ്തോളും. 7. ഇന്റർലീവിംഗ്, ദി അഡ്വാൻസ്ഡ് ട്രിക്ക്. ഭൂരിഭാഗം പേരും പഠിക്കുന്നത് എങ്ങനെയാണ്? അത്യാവശ്യം വലിയൊരു സമയം ഒരൊറ്റ സബ്ജക്റ്റിൽ തന്നെ ചെലവഴിക്കും. എന്നാൽ ഇതിന് പകരമുള്ള സ്മാർട്ട് രീതിയാണ് ഇന്റർലീവിംഗ്. 45 മിനിറ്റ് മാത്സ് പഠിച്ച ശേഷം അടുത്ത 45 മിനിറ്റ് ബയോളജിയിലേക്ക് മാറുക. അത് കഴിഞ്ഞ് കെമിസ്ട്രി. ഇങ്ങനെ സബ്ജക്റ്റുകൾ മിക്സ് ചെയ്ത് പഠിക്കുമ്പോൾ ബ്രെയിൻ ഞാനിവിടെ ഏത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിരന്തരം ചിന്തിക്കാൻ തുടങ്ങും. തുടക്കത്തിൽ ഇതല്പം ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ലോങ് ടേമിൽ ഇതാണ് ഏറ്റവും ഫലപ്രദം. എക്സാം ഹാളിൽ ചോദ്യങ്ങൾ മാറിമറിഞ്ഞു വരുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാൻ ഇത് സഹായിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബ്രെയിൻ മോശമായതുകൊണ്ടല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മറന്നുപോകുന്നത്. എത്ര മണിക്കൂർ പഠിച്ചു എന്നതിലല്ല കാര്യം, പഠിച്ചതിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തം വാക്കുകളിൽ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതിലാണ് കാര്യം. ഈ വീഡിയോയിൽ പറഞ്ഞതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട. 3999 രൂപ വിലയുള്ള ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് മാസ്റ്റർ ക്ലാസും അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് കോഴ്സും ഒപ്പം ലുക്ക് മാക്സിംഗ് ഡാർക്ക് സൈക്കോളജി പ്ലേലിസ്റ്റുകളും വെറും 179 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിനോടകം തന്നെ 500-ലധികം മെമ്പേഴ്സ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു. അവരോടൊപ്പം അറിവ് നേടാനും സ്വയം ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളും ഇപ്പോൾ തന്നെ താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് സ്വന്തമാക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഫോക്കസ്ഡ്.